ഞാനും ഗബ്രും ഭയങ്കര എനിമീസ് ആണെന്നൊക്കെ കുറെ തെറ്റിദ്ധാരണ. മറ്റേ ലാസ്റ്റ് ദിവസം ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞ ഞാൻ ഞെട്ടി ഒന്നാമത് എന്റെ കിളി പോയി. ഞാൻ അവിടെ മറ്റേ എവിക്ഷൻ നിൽക്കുന്ന സമയത്ത് അൻസിബന്റെ അടുത്ത് വന്നിട്ട് നമ്മൾ അത്രയും നാൾ പാമ്പും കീരിയും പോലെയാണ് നിന്നതെങ്കിലും ലാസ്റ്റ് എന്റെ വന്ന് കെട്ടിപ്പിടിച്ച സമയത്ത് എന്റെ അടുത്ത് ഐ ലവ് യു എന്ന് പറഞ്ഞു. പക്ഷെ അത് ആക്ച്വലി അപ്പൊ നമ്മളാ സമയത്ത് പ്രതീക്ഷിക്കാത്തൊരു ആളുടെ അടുത്ത് നമുക്ക് അങ്ങനെ ഒരു സ്നേഹം കിട്ടുന്ന സമയത്ത് ഞെട്ടിയായിരുന്നു. നല്ല ഗെയിമർ ആയിരുന്നു എന്ന് എനിക്കറിയാം. അതിനകത്തുനിന്ന് ഞങ്ങൾ തമ്മിൽ ഐഡിയോളജി ഭയങ്കര ഡിഫറൻസ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഉള്ള പ്രശ്നങ്ങളായിരുന്നു അതിനകത്ത്. പക്ഷെ എന്നും പറഞ്ഞ് പോകുന്ന സമയത്ത് എനിക്ക് ശരിക്കും വിഷമം ഉണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പോകുന്ന നേരത്ത് അങ്ങനെ വിഷമവും വെറുപ്പും വെച്ച് പോരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഹഗ് ചെയ്തത്. എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞത്. അല്ലാതെ എനിക്ക് വെറുപ്പും ഇതൊന്നുമില്ല. അവന് തിരിച്ചു എന്റെ അടുത്ത് അങ്ങനെ എന്റെ അനിയനായിട്ട് തന്നെ ഞാൻ കാണുന്നത്. ജിൻഡപ്പൻ എന്തായാലും കപ്പടിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ചോദിക്കുന്ന ആൾക്കാർക്കും അറിയാം, കണ്ട ആൾക്കാർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഇത്തവണത്തെ ബിഗ് ബോസ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇത്തവണത്തെ ഞാൻ ഈ ബിഗ് ബോസിനകത്താണ് ഫുള്ള്. ഞാൻ ബാക്കിയുള്ള ബിഗ് ബോസ് അങ്ങനെ ക്ലിപ്സ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് അറിയില്ല. പിന്നെ ബിഗ് ബോസ് കയറി കഴിഞ്ഞതിന് ശേഷം മനസ്സിലാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ അഞ്ജു ജോർജ് ആയിട്ടായിരുന്നു എല്ലാവർക്കും എന്നെ അറിയാവുന്നത്. അപ്പൊ അൻസിബ ഹസൻ എന്ന് പറഞ്ഞിട്ട് തന്നെ ആൾക്കാർക്ക് അറിയാം. അൻസിബ എന്ന് പറഞ്ഞ വ്യക്തിയെ ഒരുപാട് ഫാമിലി ഓഡിയൻസ് ഇഷ്ടപ്പെടുന്നു. ഒരുപാട് വീട്ടമ്മമാരും അല്ലെങ്കിൽ കുടുംബത്തിനോട് ഭയങ്കര സ്നേഹം പുലർത്തുന്ന യൂത്തുമാണ് എന്നെ ഇഷ്ടപ്പെട്ടത്. അതിലൊരുപാട് സന്തോഷമുണ്ട്. പറയാൻ കാരണം അവിടെ ഏറ്റവും കൂടുതൽ പണിയെടുത്തത് ആ മനുഷ്യനല്ലേ. അതെന്തൊക്കെയോ ഫുള്ള് നിങ്ങളെല്ലാരും കണ്ടല്ലേ. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലേ, ഞാൻ അടി ഉണ്ടാക്കാറുണ്ട് ജിൻഡപ്പന്റെ അടുത്ത്. പക്ഷെ ഞാൻ എപ്പോഴും പോയി പെട്ടെന്ന് ഇണങ്ങുന്നത് ജിൻഡപ്പന്റെ അടുത്ത് തന്നെയാണ്. പക്ഷെ അത് ജിൻഡപ്പൻ തന്നെ പറയും, നീയല്ലേ എന്നോട് എപ്പോഴും പിണങ്ങാറുള്ള, ഞാൻ പിണങ്ങാറില്ലല്ലോ എന്ന്. അത് ആ മനുഷ്യനൊരു ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണല്ലോ നിങ്ങളെല്ലാരും അദ്ദേഹത്തിന് വോട്ട് കൊടുത്തിട്ട് വിജയിപ്പിച്ചത്. ഈ ബിഗ് ബോസ് ഇപ്പൊ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള യാത്ര എങ്ങനെയായിരിക്കും? മൂവി ഡയറക്ട് ചെയ്യാൻ പോവാണ്. ഇല്ല, ബിഗ് ബോസ് ഹൗസ് മിസ് ചെയ്യാനൊന്നും പോകുന്നില്ല. അതൊരു ഷോ ആയിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിൽ പക്ഷെ നമ്മുടെ പേഴ്സണാലിറ്റി എന്താണെന്ന് നമ്മൾ കാണിക്കണം. ഒരു ഡെഫിനറ്റ്ലി ഗെയിംസിനേക്കാളും പേഴ്സണാലിറ്റി ഷോ ആണ്. അല്ലാതെ അത് ഒളിമ്പിക്സ് ഗെയിം ഒന്നുമല്ല. അപ്പൊ നമുക്ക് അതിനകത്ത് തരുന്ന ഗെയിം എന്ന് പറഞ്ഞാൽ ലെമൺ സ്പൂണും ചാക്കിൽ ചാട്ടം ഇതൊക്കെ തന്നെയാണ്. ഇതൊക്കെ നമ്മൾ പണ്ട് സ്കൂളിൽ ചെയ്ത ഗെയിമാണ്. പക്ഷെ ആ കൂട്ടത്തിൽ അതാരും നന്നായി ഈ പ്രായത്തിൽ അല്ലെങ്കിൽ വലുതായിട്ട് അഡൾട്ട്ഹുഡിൽ ചെയ്യുന്നു എന്നുള്ളതൊരു വലിയ കാര്യം. അപ്പൊ ഫിസിക്കൽ ടാസ്കിലൊക്കെ ഞാൻ ശോകമായിരുന്നു. പക്ഷെ എന്റെ പേഴ്സണാലിറ്റി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എന്താണ് സംവിധാനം ചെയ്യാൻ പോകുന്നത്? ഞാൻ ഒരു മൂവി ഡയറക്ട് ചെയ്യാൻ പോവാണ്. ഞാൻ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മൂവി. അത് പക്ഷെ കോവിഡ് കാരണം സ്റ്റക്ക് ആയതായിരുന്നു. അതിപ്പോ തുടങ്ങാൻ പോവാണ് മൂവി. പെട്ടെന്ന് തന്നെ മൂവിയൊക്കെ തുടങ്ങാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഡൽഹിയിലാണ് ഷൂട്ട്, കുളു മണാലി. എല്ലാവിധ ആശംസകളും. കാസ്റ്റിംഗ് ഒന്നും ആയിട്ടില്ല. ഇപ്പം അതിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്ക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പൊ ഫിനാലെ കഴിഞ്ഞിട്ടെല്ലാം സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു പ്ലാനിലായിരുന്നു. ഇനി വേണം ചെന്നിട്ടെല്ലാം. വേറൊരു ലൈവിൽ വന്നില്ല ഒരു കോൺട്രവേഴ്സി. രാത്രി ഉറങ്ങണമെങ്കിൽ ഉറങ്ങുന്ന കാര്യം പറഞ്ഞ് വിട്ടേക്ക്, ഗെയിമൊക്കെ കഴിഞ്ഞതല്ല. അത് അന്ന് ഞാൻ ഡയറക്റ്റ് പറഞ്ഞ കാര്യം അവരുടെ ഹാർഡ് ഡിസ്കിൽ ഉണ്ടായിരുന്നില്ല ഏഷ്യാനെറ്റിന്റെ. അപ്പോൾ ഞാൻ ബാക്കിയുള്ളവരോട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ആണ് വന്നത്. അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ വെച്ചിട്ട് ചിലരൊക്കെ വേറെ രീതിയിൽ അതിന് വ്യാഖ്യാനം കൊടുത്തപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അപ്പോൾ ഇല്ലാത്തൊരു കാര്യം ഒരു ടാഗ് ലൈൻ എൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നത് എനിക്ക് എന്തോ ഭയങ്കര വിഷമമായിട്ടായിരുന്നു. ഞാൻ ശരിക്കും നന്നായിട്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നത്തെ ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ എനിക്കിതിനൊരു ക്ലാരിറ്റി കൊടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഷോ പ്രൊഡ്യൂസറെ വിളിച്ചു. അപ്പോൾ ഷോ പ്രൊഡ്യൂസറെ വിളിച്ചപ്പോൾ പറഞ്ഞു ഈ സാധനം ഇല്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എപ്പിസോഡിൽ, ഞാൻ ലൈവ് കഴിഞ്ഞ ഉടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോൾ. അപ്പോൾ പറഞ്ഞു എപ്പിസോഡിൽ പോകാൻ അത് കണ്ടന്റ് അതില്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്കത് ക്ലാരിറ്റി വരുത്തിയേ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുമല്ലോ. അപ്പോൾ അത് കാരണമാണ് ഞാൻ ആ ഒരു വീഡിയോ ഇട്ടത്. അല്ലാതെ എനിക്ക് ആരോടും ദേഷ്യമോ വ്യക്തി വൈരാഗ്യമോ ഇതൊന്നുമല്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ കമന്റ് കാണും ഇതൊക്കെയാണ്, അതല്ല. അതിനകത്ത് നടന്ന കാര്യം, അതിന്റെ റിയാലിറ്റി ഇതാണെന്ന് പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഇപ്പുറത്ത് പോയി പറഞ്ഞതല്ല. അത് ഡയറക്റ്റ് പറഞ്ഞൊരു കാര്യമാണ്.